യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യൻ അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ മർത്യനാണ്, അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആത്മീയരായ വിശ്വാസികളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അവരിൽ അധിക പങ്കാളുകളും അനുനിമിഷം ആത്മാവിലും മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അനുനിമിഷം ഒരു ആത്മാവിലും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരിക്കാനുള്ളതായ പ്രധാനപ്പെട്ടതായ കാരണം ക്ഷമിക്കാൻ മനസ്സില്ലാത്തതായ ഒരു ഹൃദയമാണ്. ക്ഷമിക്കാനുള്ളതായ ഒരു മനസ്സുകുറവ് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. സാധാരണ മനുഷ്യർ തന്നെ പറയുന്ന വാക്കാണത്. ഞാൻ അവനോട് അല്ലെങ്കിൽ അവളോട് അത് ക്ഷമിക്കാൻ എനിക്ക് കഴിയുകയില്ല. ബാക്കി ഏത് കാര്യവും ഞാൻ ചെയ്യാം, അവനോടല്ലെങ്കിൽ അവളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? മനുഷ്യ ബന്ധങ്ങൾ ശരിയാക്കാൻ മനുഷ്യന് താല്പര്യമില്ല. മനുഷ്യർ തമ്മിൽ അകന്നു പോയേക്കാം, അകൽച്ച വന്നേക്കാം. പക്ഷേ മനുഷ്യർ തമ്മിലുള്ളതായ ആ അകൽച്ച ശരിയാക്കാനുള്ളതായ താല്പര്യം അധികം പേർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യനോടുള്ളതായ അകൽച്ച ശരിയാക്കാതെ ഒരു മനുഷ്യനും ഒരു രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ഡോക്ടർക്ക് ആ രോഗിക്ക് വേണ്ടതായ എല്ലാ സൗഖ്യവും വരുത്തി കൊടുക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളതായൊരു വ്യക്തി ഒരു ദൈവാലയത്തിലോ ഒരു പ്രാർത്ഥനാ ഹാളിലോ വന്ന് പ്രാർത്ഥിച്ചാലും അവന് ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹവും കൃപയും ലഭിക്കുകയില്ല. എന്നാൽ ക്ഷമിക്കാൻ തക്കതായ ഹൃദയമുള്ള മനുഷ്യരെ നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന വാക്കാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നവനാണോ? എന്താണ് ഈ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ശിക്ഷിക്കുന്നവനല്ല, ഞാൻ വിധിക്കുന്നവനുമല്ല. അതാണ് യോസേഫ് പറയുന്നത്. ഞാൻ ശിക്ഷിക്കുന്നവനല്ല, ഞാൻ വിധിക്കുന്നവനുമല്ല. പ്രിയപ്പെട്ടവരെ, കാരണം യോസേപ്പിന് 17 വയസ്സായപ്പോൾ ഈ സഹോദരന്മാർ യോസേപ്പിനെ പൊട്ടക്കിണറ്റിലെറിയുകയും അവനെ കച്ചവടക്കാർക്ക് വിറ്റുകളയുകയും അങ്ങനെ യോസേപ്പ് നീണ്ട അനേക വർഷക്കാലം ഫറവോൻ്റെ ആ നാട്ടിൽ തടവുകാരനെല്ലാമായി കഴിയേണ്ടി വന്നു. അതിനുശേഷം ജീവനുള്ള ദൈവം യോസേപ്പിനെ ഉയർത്തി മിസ്രൈമിലെ മന്ത്രിയാക്കി. അക്കാലത്തെ വേദപുസ്തകം നമുക്കറിയാം. വലിയ ക്ഷാമമുണ്ടായപ്പോൾ യോസേപ്പിൻ്റെ സഹോദരന്മാർ മിസ്രൈമിൽ വരാനിട വന്നു. അവർ മിസ്രൈമിൽ വന്നു, അവരുടെ അപ്പൻ വരാനിട വന്നു. അങ്ങനെ അപ്പൻ മരിച്ചു. അപ്പൻ്റെ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ അവർ യോസേപ്പിനോട് പറയുകയാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാമെന്നതിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പൻ മരിച്ചുപോയി എന്ന് യോസേഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസേഫ് നമ്മെ ദേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മുടെ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസേഫിൻ്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു. അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസേഫിനോട് പറവിനെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസേഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ സഹോദരന്മാർ 17 വർഷക്കാലം ബാല്യത്തിൽ ഒരുമിച്ച് ജീവിച്ചവരാണ്. പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷം ഫറവോൻ്റെ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. പിന്നെയും വർഷങ്ങളോളം അവർ അപ്പനോടുകൂടെ സഹോദരന്മാർ ഒരുമിച്ച് അവിടെ ജീവിച്ചു. പക്ഷേ ഈ കാലമെല്ലാം കഴിഞ്ഞെങ്കിലും ആ യോസേപ്പിൻ്റെ സഹോദരന്മാർക്ക് യോസേപ്പിൻ്റെ ഹൃദയമെന്തെന്ന് മനസ്സിലായിട്ടില്ല. യോസേപ്പിൻ്റെ ഹൃദയം
എങ്ങനെയുള്ളതാണെന്നോ അത് ക്ഷമിക്കാൻ കഴിവുള്ളതാണെന്നോ മനസ്സിലാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പാഠമാണ്. ക്രിസ്ത്യാനികളാണ്, കൂട്ടായ്മയിലുള്ളവരാണ്, ദൈവവേലക്കാരാണ്, ദൈവവചനം പറയുന്നവരാണ്. ഇതെല്ലാം ആണെങ്കിലും അനേക അനുഗ്രഹീത ദൈവമക്കൾക്ക് പോലും യേശുക്രിസ്തുവിൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലായിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർ യൗസേപ്പിനെ കാണുന്നത് തങ്ങളെപ്പോലെ തന്നെ ഒരു വില കുറഞ്ഞ സ്വഭാവമുള്ളവനാണ് യൗസേപ്പെന്നാണ് സഹോദരന്മാർ കണക്കാക്കുന്നത്. തങ്ങളുടെ സ്വഭാവം തന്നെയാണ് യൗസേപ്പിൻ്റെ സ്വഭാവമെന്നാണ് ആ സഹോദരന്മാരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് അവർ നിരൂപിക്കുന്നത് തങ്ങൾ പ്രതികാരമുള്ള മനുഷ്യരാണ്, അതുകൊണ്ട് യൗസേപ്പും പ്രതികാരമുള്ളവനാണെന്ന് അവർ തെറ്റായിട്ട് ധരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഒരു ആത്മീയ ഗ്രഹത്തിലെല്ലാമാണ് വളർന്നതെങ്കിലും അവർ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ആത്മീയമായി. കാരണം അവർക്ക് ക്ഷമിക്കുന്ന ഹൃദയമില്ല. ഇന്ന് അനേക ക്രൈസ്തവരും ഈ ക്ഷമിക്കാത്ത ഹൃദയം കാരണം അവർ മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിന് പ്രതികാര ചിന്തയ്ക്ക് വളരാൻ ഇടമില്ല. അവൻ്റെ ഹൃദയത്തിൽ പ്രതികാര ചിന്തയ്ക്ക് വളരാനിടമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതികാര ചിന്തയ്ക്ക് വളരാനിടമുണ്ടോ? ഒരു മനുഷ്യനോടുണ്ടായ പ്രതികാരം, വൈരാഗ്യം, ഇഷ്ടക്കുറവ്, നീരസം അത് സൂക്ഷിച്ചു വയ്ക്കാനും അതിന് പകരം വീട്ടാനുമുള്ളതായ ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ വളരുന്നുണ്ടോ? യോസേപ്പിൻ്റെ ഉള്ളിൽ പ്രതികാര ചിന്തയ്ക്ക് വളരാനിടമില്ല. അവിടെ ക്ഷമ, സ്നേഹത്തിന് വളരാൻ മാത്രമേ ഇടയുള്ളൂ. അതുകൊണ്ടാണ് യോസേപ്പിന് നല്ല പ്രകാശമുള്ളതായ ഹൃദയമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധിയും വിവേകവും ബുദ്ധിയ സൂക്ഷ്മതയും എല്ലാം യോസേപ്പിന് കിട്ടിയതിൻ്റെ പിന്നിലുള്ളതായ കാരണം അവൻ്റെ ആ ക്ഷമിക്കുന്ന ഹൃദയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അതുപോലെയുള്ളതായ ഒരു ഹൃദയം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. യോസേപ്പിന് കിട്ടിയതായ ആ മിസ്രയീമിലെ മന്ത്രിസ്ഥാനത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠതരമാണ്, എത്രയോ വിലയുള്ളതാണ് ആ ക്ഷമിക്കുന്ന ഹൃദയം അവന് ലഭിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പണത്തിനും പ്രതാപത്തിനും സ്ഥാനത്തിനും എന്ത് വില? യോസേപ്പ് അതിനൊന്നും ഒരു വിലയും കൊടുത്തിരുന്നില്ല, ഒരു മൂല്യവും കൊടുത്തിരുന്നില്ല. അതൊന്നും അവൻ്റെ ഹൃദയത്തെ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവൻ്റെ ഹൃദയത്തെ തൊട്ടില്ല എന്നുള്ളതാണ് സത്യം. യോസേപ്പിന് ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളവനായി തീരുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. യോസേപ്പിൻ്റെ ഐച്ഛിക വിഷയം അതായിരുന്നു എന്ന് പറയാം, എലക്റ്റഡ് സബ്ജക്റ്റ് അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുമ്പോൾ എലക്റ്റഡ് സബ്ജക്റ്റ് ഉണ്ട്. ആ വിഷയത്തിലാണ് അവർ പഠിച്ച് വളരുന്നത്, ഡിഗ്രി മാസ്റ്റേഴ്സൊക്കെ എടുക്കുന്നത്. യോസേപ്പിൻ്റെ ഐച്ഛിക വിഷയം, എലക്റ്റഡ് സബ്ജക്റ്റ് തന്നെ ദൈവ ഇഷ്ടം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ യോസേപ്പിന് ഒരിക്കലും ഒരു പകയോ വിദ്വേഷമോ ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കടലിനെ ശാന്തമാക്കുന്നത് അത്ഭുതം തന്നെയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് അത്ഭുതമാണ്. എന്നാൽ അതിനേക്കാളും പ്രയാസമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടാകുക എന്ന് പറയുന്നത്. ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിനേക്കാൾ, ഒരു വലിയ സ്ഥാപനം നടത്തുന്നതിനേക്കാൾ, ഒരു വലിയ പുരോഹിതനോ മഹാപുരോഹിതനോ ആകുന്നതിനേക്കാൾ, ഒരു വലിയ ദൈവവേലക്കാരനാകുന്നതിനേക്കാൾ എത്രയോ പ്രയാസമേറിയ ഒന്നാണ് ഒരു ക്ഷമിക്കുന്ന ഹൃദയമുള്ളവനാകുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനാവുക എന്ന് പറയുന്നത് യോസേപ്പിൻ്റെ സൗഭാഗ്യം അതായിരുന്നു. കാരണം യോസേപ്പ് സഹനത്തിലൂടെ കടന്നുപോയവനാണ്. പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദനയും അവരുടെ സങ്കടവും മനസ്സിലാവുകയുള്ളൂ. ദാരിദ്ര്യത്തിലൂടെ ആഹാരം കഴിക്കാൻ വകയില്ലാതെ കടന്നുപോയ ആ അനുഭവത്തിലൂടെ കടന്നുപോയവന് മാത്രമേ മറ്റൊരാൾക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കണമെന്ന് തോന്നുകയുള്ളൂ. അവൻ ആ അനുഭവത്തിലൂടെ കടന്നുപോയാലേ അത് പഠിക്കുകയുള്ളൂ. ഒരു ക്യാൻസർ രോഗിക്ക് മാത്രമേ മറ്റൊരു ക്യാൻസർ രോഗിയെ ഹൃദയമറിഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വിധവയ്ക്ക് മാത്രമേ മറ്റൊരു വിധവയുടെ ഹൃദയമറിഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
യോസേപ്പിന് അത് സാധിച്ചു. കാരണം യോസേപ്പ് യാതനയിലൂടെ കടന്നുപോയവനാണ്. അതുകൊണ്ട് ആ യാതനയുടെ കാലത്തെല്ലാം യോസേപ്പിൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം നടക്കുകയായിരുന്നു. യോസേപ്പ് തടവിലാണ് കിടക്കുന്നത്, ശരീരം തടവിലാണ്. പക്ഷേ അവൻ്റെ ആത്മാവ് ഒരിക്കലും തടവറയിലായില്ല. അവൻ്റെ ആത്മാവ് വളരുകയായിരുന്നു, സ്നേഹത്തിൽ വളരുകയായിരുന്നു, സ്നേഹത്തിൽ വളരുകയായിരുന്നു, സഹനത്തിൽ വളരുകയായിരുന്നു, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ യോസേപ്പ് വളരുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം വളരുന്ന ഹൃദയമാണോ? നിങ്ങൾക്കൊരാത്മീയമായി വളരുന്ന അനുഭവമുണ്ടോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു, സദൃശവാക്യം 12-ാമത്തെ അധ്യായം എടുക്കാം, 14-ാമത്തെ വാക്യം വായിക്കാം. സദൃശവാക്യം 12:14 നമുക്ക് വായിച്ചു കേൾക്കാം. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവനെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. എന്താണ് വായുടെ ഫലമെന്ന് പറയുന്നത്? നമ്മുടെ വായ കൊണ്ട് ദോഷമുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ വായ കൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന ഫലം എങ്ങനെയാണ് ഉണ്ടാവുക? ദാറ്റ് ഈസ് ടെല്ലിങ് ദ ട്രൂത്ത് അബൌട്ട് ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെക്കുറിച്ച് ഞാൻ സത്യമായി സംസാരിക്കാൻ പഠിക്കുക. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, എൻ്റെ ഹൃദയത്തിലുള്ളതിനെക്കുറിച്ച് ഞാൻ വ്യാജമില്ലാതെ, കൗശലമില്ലാതെ സത്യമായി പറയാൻ പഠിക്കുക. എൻ്റെ ഹൃദയത്തിൻ്റെ കുറിച്ച് ഞാൻ സത്യമായി പറയാൻ പഠിക്കുക. അവിടെ കയ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് പറയാൻ പഠിക്കുക. അവിടെ സൂത്രമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ പഠിക്കുക. അല്ല, അവിടെ സ്നേഹമാണോ? എങ്കിൽ സത്യമായിട്ടത് പറയാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ കൈകൊണ്ട് പ്രവർത്തിച്ചാൽ ഫലമുണ്ടാകുന്നത് പോലെ വായ കൊണ്ട് സംസാരിച്ചാലും നമുക്ക് ഫലമുണ്ടാകുമെന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. വാ കൊണ്ട് സംസാരിച്ചാൽ നമുക്ക് ഫലമുണ്ടാകും, ആത്മീയ ഫലമുണ്ടാകും. എപ്പോൾ നാം പറയുന്നത് ഹൃദയപൂർവ്വമുള്ളതായ സത്യമായിരിക്കണം. വേറെ ആളുടെ ഹൃദയത്തെക്കുറിച്ചല്ല, സ്വന്തം ഹൃദയത്തെക്കുറിച്ച്, സ്വന്തം ഹൃദയത്തെക്കുറിച്ചുള്ളതായ സത്യം പറയാൻ നാം പഠിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മാത്രമേ നാം ആത്മീയമായ അനുഭവത്തിലേക്ക് വളരുകയുള്ളൂ, നമുക്ക് ആത്മീയ വളർച്ചയുണ്ടാകുകയുള്ളൂ. സ്വന്തം ഹൃദയത്തെക്കുറിച്ച് സത്യം പറഞ്ഞു പഠിക്കണം. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും കാപട്യമുള്ളത് മനുഷ്യ ഹൃദയമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. കാരണം ഏറ്റവും ദുഷ്ടതയുള്ളത് മനുഷ്യ ഹൃദയമാണ്. അവിടെയാണ് എല്ലാ ഒളിവും, എല്ലാ വഞ്ചനയും, എല്ലാ തട്ടിപ്പും നടക്കുന്നത്. പക്ഷേ ആ സ്വന്തം ഹൃദയത്തെക്കുറിച്ച് സത്യം പറയാൻ പഠിക്കുക, സത്യം പറയാനായിട്ട് പരിശീലിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫലമുണ്ടാകുമെന്ന് സദൃശവാക്യത്തിൽ ശലോമോൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം മനുഷ്യൻ്റെ ഹൃദയപൂർവ്വമുള്ളതായ നല്ല വാക്കിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. കഷ്ടതയെന്ന പാഠശാലയിൽ പഠിച്ചാൽ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. 50-ാം അധ്യായം തന്നെ നമുക്കെടുക്കാം. അതിൻ്റെ 20, 21 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ന്റെ 20, 21 വാക്യം വായിക്കാം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. യഥാർത്ഥത്തിൽ ദോഷം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ യോസേപ്പ് പറയുന്നത് ദോഷം വിചാരിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ദൈവം അത് നന്മയ്ക്കാക്കി തീർത്തു. അടുത്ത വാക്യം എന്താണ്? ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പറയുകയാണ്, ഞാൻ പ്രതികാരം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ഞാൻ സഹായിക്കും, ഞാൻ പോറ്റി രക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരും, പ്രതികാരം ചെയ്യില്ല എന്ന് പറഞ്ഞു നിർത്തുന്ന ഒരു വില കുറഞ്ഞ ആത്മീയനല്ല യോസേപ്പ്. എനിക്ക് വകയൊന്നുമില്ല, ഞാനൊന്നിലും ഇടപെടുന്നില്ല, ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ആത്മീയ അവസ്ഥയിലല്ല യോസേപ്പ്. യോസേപ്പ് ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഇവിടെ കാണിക്കുന്നത്. യോസേപ്പ് ഇതാ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പകരം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ഞാൻ ഉപകാരം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കാരണം യോസേപ്പ് വളരുന്നൊരാത്മീയനാണ്. സമൃദ്ധിയായ ജീവൻ എന്ന് പറയും. കർത്താവായ യേശു പഠിപ്പിച്ചു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും
സമൃദ്ധിയായ ജീവനുണ്ടാകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ആ സമൃദ്ധിയായ ജീവൻ്റെ ഒരനുഭവമാണ് ഈ ക്ഷമിക്കുന്ന ഹൃദയമെന്ന് പറയുന്നത്. യോസേപ്പിൻ്റെ ജീവിതത്തിൽ നാം അതെല്ലാം കാണുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് നോക്കാം. 1 കൊരിന്ത്യർ 2:16. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ ക്രിസ്തുവിൻ്റെ മനസ്സ്, പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമസഭയെ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. ആ മനസ്സ് എന്താണെന്ന് പഴയ നിയമത്തിൽ വ്യക്തമായി കാണിച്ചു തരുന്നതാണ് യൗസേപ്പിൻ്റെ മനസ്സ്. ആ പുതിയ നിയമസഭയെ പഠിപ്പിച്ച ഉപദേശം, അതിൻ്റെ ശരിയായൊരു ദൃഷ്ടാന്തമാണ് ആ പഴയ നിയമകാലത്ത് യൗസേപ്പിൻ്റെ ഹൃദയത്തെ കാണിച്ചു തരുന്നത്. അവൻ ദോഷം കണക്കിടുന്നില്ല എന്നുള്ളതല്ല, അവൻ ഉപകാരം ചെയ്യുകയും ചെയ്യും. കാരണം യോസേപ്പ് എന്തിനാണത് പറഞ്ഞത്? തന്നെ ഉപദ്രവിച്ച, കുറ്റം ചെയ്ത തൻ്റെ സഹോദരന്മാരെ യോസേപ്പ് തന്നിലേക്ക് അടുപ്പിക്കുകയാണ്. ഒരിക്കലും അവരെ അകറ്റി മാറ്റി നിർത്തുകയല്ല, തന്നിലേക്ക് അവരെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 5:19-20 വാക്യം. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ വചനം, യോസേപ്പ് പറഞ്ഞതുപോലെയുള്ളതായ ആ നിരപ്പിൻ്റെ വചനം, സ്നേഹത്തിൻ്റെ വചനം, അടുപ്പിക്കുന്ന വചനം, ചേർത്ത് പിടിക്കുന്ന വചനം, പരിധി വിട്ട് അളന്നു മാറ്റി നിർത്തുന്ന അനുഭവമല്ല. നിരപ്പിൻ്റെ വചനം. വരൂ, കടന്നു വരൂ, സ്നേഹത്തോടെ വരൂ, ഞാൻ വെറുക്കുന്നവനല്ല, ഞാൻ സ്നേഹിക്കുന്നവനാണ് എന്നുള്ളതായ ആ വചനം. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടുന്നില്ല. നമുക്കറിയാം, ആദാം ഏദൻ തോട്ടത്തിൽ ജീവിച്ചിരുന്ന കാലത്ത്, ഏദൻ പ്രദേശായിൽ ആദാം ജീവിച്ചിരുന്നൊരു കാലമുണ്ട്. അന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണോ അത് തന്നെയായിരുന്നു ആദാമിൻ്റെ ഇഷ്ടവും. ഇഷ്ടങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെയായിരുന്നു ആദാമിൻ്റെ ഇഷ്ടം. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ എൻ്റെ ആഹാരം എന്നവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ നാം കാണുന്നതായ ആ ഒരുമിച്ച് നടക്കുന്നതായ ആ അനുഭവം, എന്നാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിനത് നഷ്ടപ്പെട്ടു പോയി. ആദാം പാപം ചെയ്തതോടുകൂടെ ദൈവത്തോടുകൂടെയുള്ളതായ ആ സഹിത്വം ആദാമിന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആ സഹിത്വം, ആ ഒരു മനസ്സിൻ്റെ അനുഭവത്തിലേക്ക് പിന്നീട് വരുന്നത് എപ്പോഴാണ്? അതാണ് കർത്താവായ യേശുവിൻ്റെ കാൽവരിയിലെ മരണം മുഖാന്തരമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് വരുന്നത്. അവിടെയാണ് ദൈവം പറയുന്നത്, ഞാൻ കണക്കിടുന്നില്ല, പാപം കണക്കിടുന്നില്ല, അണുകൃത്യം കണക്കിടുന്നില്ല. എന്തുകൊണ്ടാണ് കണക്കിടാത്തത്? പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. പക്ഷേ ഇവിടെ ദൈവം പറയുന്നു, ഞാൻ കണക്കിടുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ദൈവം ലംഘനങ്ങളെ കണക്കിടാതെ പോയത്? കണക്കിടാതെ പോയതിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപത്തിന് പകരമായി യേശുക്രിസ്തു ആ പാപത്തിൻ്റെ വില കൊടുത്തത് കൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യരായി നമ്മുടെ പാപത്തിൻ്റെ വില യേശു കാൽവരിയിൽ കൊടുത്തു. ആ ഒരിക്കലായിട്ട് അതിൻ്റെ വില കൊടുത്തു. നമുക്ക് പകരമായി അവൻ അതിന് പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ പാപം കണക്കിടുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ നീതനായ കോടതികൾക്ക് അത് സാധിക്കില്ല. ലോകത്തിലെ നീതനായ കോടതികൾക്ക് ഒരു പ്രതിയുടെ കുറ്റം തെളിഞ്ഞാൽ അവനെ വെറുതെ വിടാൻ പറ്റില്ല. ഒരു കുറ്റവാളിയുടെ കുറ്റം തെളിഞ്ഞാൽ അവനെ ശിക്ഷിക്കാതെ വിടാനായിട്ട് ലോകത്തിലെ ഒരു നീതനായ കോടതിക്ക് സാധിക്കുകയില്ല. പക്ഷേ സ്വർഗത്തിലെ നീതനായ കോടതി, അഥവാ ഇപ്രകാരം പറയും, ഒരു ന്യായാസനത്തിന് ഒരു കുറ്റവാളിയുടെ കുറ്റം തെളിഞ്ഞാൽ ആ കുറ്റവാളിയെ വെറുതെ വിടാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സിംഹാസനത്തിന് ഒരു കുറ്റവാളിയെ വെറുതെ വിടാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന് വേണമെങ്കിൽ, ഒരു രാജഭരണം നിലനിന്ന കാലത്ത് ഒരു രാജാവിൻ്റെ കോടതിയിൽ ആ ജഡ്ജിമാർ കുറ്റക്കാരനെ ശിക്ഷിച്ചാലും രാജാവിന് വേണമെങ്കിൽ ആ കുറ്റവാളിയെ വെറുതെ വിടാനുള്ളതായ അധികാരമുണ്ട്.
അത് രാജകീയ അധികാരമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാം കുറ്റവാളികളെങ്കിലും നിത്യനായ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ പാപം കണക്കിടാതിരിക്കാൻ ദൈവത്തിന് കഴിയും. അഥവാ ദൈവം അപ്രകാരം നമ്മെ സ്നേഹിക്കുന്നവനാണ്. അതിനൊരു പ്രമാണമേ ഉള്ളൂ. അതിന് വ്യവസ്ഥ എന്താണ്? അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:17 വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിച്ഛേദനയും അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടിയുടെ അനുഭവമത്രേ കാരണം. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എന്തെങ്കിലും ഒരു പരിച്ഛേദനയോ അഗ്രചർമ്മവും എന്ന് വെച്ചാൽ ഏതെങ്കിലും വഴിപാടുകളോ നേർച്ചകളോ ഒന്നും കൊണ്ട് ദൈവം പാപം കണക്കിടാതെ വണ്ണം നമ്മളെ കുറ്റവിമുക്തരാക്കുന്നില്ല. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ തുടർന്ന് ജീവിക്കാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇനിമേൽ പാപം ചെയ്യാതെ, ഇനിമേൽ പാപത്തിലേക്ക് പോകാതെ, ഇനിമേൽ മദ്യപാനത്തിലേക്ക് പോകാതെ, ഒരു അശുദ്ധിയിലേക്ക് പോകാതെ, ഒരു കോപാവേശത്തിലേക്കോ ഒരു അധർമ്മത്തിലേക്കോ ഒരു പരദൂഷണത്തിലേക്കോ ഒരു കലഹത്തിലേക്കോ പോകാതെ ഇനിമേലൊരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അതിനുള്ളതായ സമർപ്പണമുണ്ടെങ്കിൽ, അങ്ങനെ നാം ജീവിക്കുന്നുവെങ്കിൽ പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സൃഷ്ടിക്ക് മാത്രമേ ആ ക്ഷമിക്കുന്ന ഹൃദയം കിട്ടുകയുള്ളൂ. അവന് മാത്രമേ അനുദിനം വളരുന്നതായ ഒരാത്മീയനാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവനുള്ള ദൈവം പാപം ക്ഷമിച്ചു തരുന്നു. പക്ഷേ നമുക്കൊരു വ്യക്തമായ തീരുമാനം ഉണ്ടായിരിക്കണം. ഇനി ഞാനൊരു പാപത്തിലേക്ക് പോകില്ല. ഇനി ഞാനൊരു പാപ സാഹചര്യം വന്നാലും ശരി, എല്ലാ സാഹചര്യവും അനുകൂലമായാലും എല്ലാത്തിനും കാരണം പറയാൻ എനിക്കുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ആരെയും വിധിക്കുകയില്ല, ആരെയും നിന്ദിക്കുകയില്ല, ആരെയും ഞാൻ മുൻവിധിയോടെ കാണുകയില്ല. അപ്രകാരമുള്ളതായ ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്നതായ സൗഭാഗ്യ ജീവിതം എന്ന് പറയുന്നത്, സമൃദ്ധിയായ ജീവിതം എന്ന് പറയുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ നമുക്ക് തന്നവനായ ആ നല്ലവനായ പിതാവിനെ നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. നാം അവനെ സ്തുതിക്കുന്നവരായിരിക്കണം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നാം ഓരോരുത്തരും കർത്താവായ ആ യേശുക്രിസ്തു എന്ന ആ നമ്മുടെ പരമരക്ഷകൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ അടിയറ വയ്ക്കാൻ തയ്യാറാകണം. നമ്മുടെ അഭിപ്രായങ്ങളെ നാം വേണ്ടാന്ന് വയ്ക്കാൻ തയ്യാറാകണം. നാം യോസേപ്പിനെ പോലെ ക്ഷമിക്കുന്നവരാകണം. പ്രതികാരമില്ലാതെ ക്ഷമിക്കുന്നവരാകണം. നമ്മുടെ ഹൃദയത്തിൽ ആ പ്രതികാര ചിന്തയ്ക്ക് വളരാൻ ഇട കൊടുക്കരുത്. ഒരിക്കലും ഒരു പ്രതികാര ചിന്തയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ വളർന്ന് പന്തലിക്കാൻ നാം ഇട കൊടുക്കുകയരുത്. അപ്പോഴേ നാം കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചു കൊള്ളണം. കർത്താവേ, എൻ്റെ ഉള്ളിൽ പ്രതികാര ചിന്ത വരുന്നല്ലോ, അത് നിലനിൽക്കുന്നല്ലോ, അത് പിന്നെയും നിൽക്കുന്നല്ലോ. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, പക്ഷേ എനിക്ക് നിരപ്പാകാൻ സാധിക്കുന്നില്ലല്ലോ. പ്രതികാര ചിന്ത വളരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമ്മുടെ മുട്ടിപ്പായ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്? അവിടെയാണ് മുട്ടിപ്പായ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്. നിത്യമായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ നാം താഴ്ത്തി പ്രാർത്ഥിക്കണം. കർത്താവെ, ഒരു ശാഠ്യമില്ലാത്ത, ഒരു പ്രതികാരമില്ലാത്ത, ഒരു സ്നേഹമുള്ള, ഒരു സാഹോദര്യം അനുഭവപ്പെടുന്ന, ചേർത്ത് പിടിക്കുന്നതായ ഒരു നല്ല ഹൃദയം തന്ന് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അവിടെയാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഭവനത്തിലുള്ളവരെ സ്നേഹിക്കാം, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ സ്നേഹിക്കാം, നമ്മുടെ ആത്മീയ സഹോദരങ്ങളെ സ്നേഹിക്കാം. നമ്മുടെ ഹൃദയം പ്രതികാരത്തിന് വളരാൻ നാം ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമുക്കൊരു സമർപ്പണമുണ്ടായിരിക്കണം. എൻ്റെ ഉള്ളിൽ പ്രതികാരത്തിന് വളരാനിടമില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ്. ഞാൻ ഒരിക്കലും പ്രതികാരം ചെയ്യുകയില്ല. ക്രിസ്തു ഒരിക്കലും പകരം വീട്ടുന്നവനല്ല. കർത്താവായ യേശുക്രിസ്തു ആരോടും പകരം വീട്ടിയില്ല. പ്രിയ ദൈവവേദലേ, നീയും പകരം വീട്ടരുത്. നീയും പകരം വീട്ടാൻ ഉത്സാഹിക്കരുത്. നീ ഹൃദയത്തിൽ സമർപ്പണം വേണം. പകരം വീട്ടുകയില്ല,
ശാഠ്യം കാണിക്കുകയില്ല. ഞാൻ ഒരു കാലത്തും ഞാൻ പകരം വീട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഉടമ്പടി കൊടുക്കാം. കർത്താവേ, ഒരു നല്ല ഹൃദയം തരണമേ, ഒരു വളരുന്ന ആത്മീയ അനുഭവം തരണമേ. കർത്താവെ, ക്ഷമിക്കുന്ന ഹൃദയം തന്ന് എന്നെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാക്കി എന്നെ വളർത്തിയെടുക്കണമേ. എൻ്റെ കുടുംബത്തിൽ സമാധാനം തരണമേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ വരുത്തണമേ. എൻ്റെ ആത്മാവിന് ശുഭത വരുത്തണമേ. ദൈവരാജ്യം തന്ന് അനുഗ്രഹിക്കണമെന്ന് യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.